തിരുവനന്തപുരം അമ്പലത്തറയിലെ പച്ചക്കറി കടയിൽ വൻ മോഷണം. കട കുത്തി തുറന്ന് പണം ഉൾപ്പെടെ മോഷ്ടിച്ചു. മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ 1 മണിയോടെ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം അമ്പലത്തറയിലെ ഒരു സ്വകാര്യ വെജിറ്റബിൾ ഹോൾസെയിൽ കടയിൽ മോഷണം നടന്നത്. 1 മണിക്ക് ശേഷം പിൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കടക്കുകയും ഇവരുടെ പണം സൂക്ഷിച്ചിരുന്ന 3 ഡ്രോയറുകൾ തുറന്ന് പണം അപഹരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കടയുടമയായ ശിവൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂന്തറ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. 3 റാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയിട്ടുള്ളത്. ഒന്ന് അവിടെ കടയുടെ വാടകയും മറ്റും കൊടുക്കാനും വാഹനങ്ങളുടെ വാടകയ്ക്കും മറ്റും കൊടുക്കാനായി നീക്കി വെച്ചിരുന്ന 3 ലക്ഷത്തിലധികം വരുന്ന തുക, തൊട്ടു പിന്നാലെ ചില്ലറ ഇനത്തിൽ മാറ്റി വെച്ചിരുന്ന 5000-ഓളം രൂപ, മറ്റൊരു 15,000-ഓളം രൂപ, അങ്ങനെ എല്ലാം കൂടി ഏകദേശം 4 ലക്ഷത്തോളം അടുപ്പിച്ച് പണമാണ് അവിടെ നിന്നും അപഹരിച്ചത് എന്നുള്ളതാണ് കടയുടമ കൂടിയായിട്ടുള്ള ശിവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സമയത്ത് ഈ ഒരു മോഷണം നടക്കുന്ന സമയത്ത് 4ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ്, നല്ല മഴയാണ്, ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ അവിടെ മോഷണം നടക്കുകയും കുത്തി തുറന്നുകൊണ്ട് അകത്ത് കയറുകയും ശേഷം ഈ പണമെല്ലാം എടുത്തത്. ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളുടെ ചിത്രമടക്കം വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂന്തറ പോലീസ് സ്ഥലത്തെത്തി വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ രീതിയിലും പണം വെക്കുന്ന സ്ഥലങ്ങളടക്കം നിരീക്ഷിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പണം ഇരിക്കുന്ന റാക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി പ്ലാൻ ചെയ്തുള്ളൊരു മോഷണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുൻപ് ജോലി ചെയ്യുന്നവരെയും നിലവിൽ അവിടെ ഉണ്ടായിരുന്നവരെ അടക്കം മൊഴികളടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അന്വേഷണം കൂടുതൽ ഊർജിതപ്പെടുത്തുക. ദേവിക.